പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടപ്പോൾ അവർക്കെതിരെ നിരന്തര വിമർശനങ്ങൾ ഉന്നയിക്കുകയും അവരുടെ കുടുംബത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ഇറങ്ങിത്തിരിച്ചൊരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായി തന്നെ തകർന്നു നിൽക്കുകയാണ്. ആ സമയത്ത് പത്മജ ചില പരാമർശങ്ങളുമായി രംഗത്ത് വരുന്നുണ്ടല്ലോ. അല്ല, പത്മജ പറയുന്നുണ്ട്, ഇത് ചെറിയ സാമ്പിളാണ്, ഇനി ഇതിനകത്ത് വരാൻ ബാക്കി നിൽക്കുന്നതേ ഉള്ളത്. അതായത് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണല്ലോ പത്മജ വേണുഗോപാൽ. കൂടെ കിടന്നവർക്കല്ലേ രാപ്പനി അറിയത്തുള്ളൂ. പത്മജ വേണുഗോപാൽ ജനിച്ചു വീണ നാൾ മുതൽ ഈ അടുത്ത കാലം വരെയും കോൺഗ്രസിനോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. കരുണാകരൻ്റെ മകളുമല്ലേ. ആ പത്മജ പറയുന്നത് മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. കാരണം ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനകത്തായാലും താഴെത്തട്ടിലായാലും എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് ഇവർക്ക് അറിയാമെന്നുള്ളതാണ്. മാങ്കൂട്ടത്തിലൊക്കെ എന്താണ് വാചക കസർത്ത് കൊണ്ടല്ലേ ഇവരെയൊക്കെ നേടിക്കൊണ്ടിരുന്നത്. അപ്പം അപമാനിക്കാൻ എല്ലാ തരത്തിലുള്ള ശ്രമവും ഒക്കെ നടത്തി എന്നുള്ളതാണ്. പത്മജ വേണുഗോപാൽ BJP പോയെങ്കിൽ അത് പത്മജയുടെ ഇഷ്ടം. പത്മജ പറയുന്നുണ്ടല്ലോ, ഇനിയും പലരും വരും, മുരളീധരനും വരും, അതിനപ്പുറമുള്ള വലിയ വലിയ നേതാക്കന്മാരും BJPയിലേക്ക് വരുന്നത് നമുക്ക് കാണേണ്ടി വരും. അതിന് അധിക കാലമൊന്നും പോകേണ്ടി വരില്ല, സമീപകാലത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ ഇത് അതിനോടൊപ്പം തന്നെ പത്മജ പറയുന്ന വേറൊരു കാര്യം, ഇത് KPCC പ്രസിഡന്റിന്റെ അടുക്കൽ പരാതി കൊടുത്തു, എന്നിട്ടല്ലേ ഈ പരാതി പൊതു ഇടങ്ങളിൽ വന്ന് മാധ്യമപ്രവർത്തകരോട് പറയുന്നവർ അവിടെ പരാതി കൊടുത്തിട്ടാണ്. അവിടെ പരാതി കൊടുത്തിട്ട് പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവർ പുറത്ത് പറയുന്നത്. കാരണം അവർ ആ പരാതി മൂടി വെച്ചു. പ്രത്യേകിച്ച് വി ഡി സതീശൻ പരാതി KPCC പ്രസിഡന്റിനും പോയിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് VD സതീശനും പോയിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എല്ലാം ഒരു ബെൽറ്റാണ്. അവർ യുവ നേതൃത്വം മുഴുവൻ ഏതാണ്ടൊക്കെ യുവ നേതൃത്വത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരുന്നത് VD സതീശനാണ്. പ്രോത്സാഹിപ്പിച്ചുകൊള്ളട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ വക കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് ഉള്ളൂന്നാണ്. അപ്പോൾ VD സതീശനെ ഈ യുവ നേതൃത്വത്തെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നതിന് എതിരെ കോൺഗ്രസിൽ വേറൊരു പടയൊരുക്കം നടക്കുന്നുണ്ട്. ഈ ഷാഫി പറമ്പിലും VD സതീശനും കൂടെ ആണ് ഇതെല്ലാം ഇത്രത്തോളം താഴ്ത്തി വെച്ചത്, പുറത്തേക്ക് കൊണ്ടുവരാതെ നിർത്തിയത്. ഈ ഉണ്ടാകുന്ന ഇതിനെതിരെ ഉണ്ടായിട്ടുള്ള പെൺകുട്ടികളിൽ നിന്നുണ്ടായിട്ടുള്ള പ്രതിഷേധമൊക്കെ. കാരണം ഇത് ഒരു സംഭവമല്ല, തുടർച്ചയായി കുറെ പരാതികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതാണ്ട് ഒരു 20 പരാതികളോളം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് എത്ര, 3 4 ഏറ്റവും അവസാനം വന്നൊരു ട്രാൻസ്ജെൻഡർ വരെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു കാര്യം നമ്മൾ ഓർക്ക്, ഭരണമില്ല കോൺഗ്രസിന്റെ കയ്യിൽ, ഭരണമില്ലാഞ്ഞിട്ട് ഈ വിളയാട്ടം. അപ്പോൾ ഭരണം ഇവർക്ക് കിട്ടിയാൽ ഉണ്ടാകുന്ന വിളയാട്ടം ഏത് തരത്തിലായിരിക്കും നമുക്കറിയാം. 2011 മുതൽ ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അവസാന കാലത്താണല്ലോ നമ്മൾ ഈ സരിതാ വിഷയം കയറി വരുന്നത്, സോളാർ. അന്ന് ഉമ്മൻചാണ്ടിയൊക്കെ നിരപരാധി, എന്തെല്ലാം അദ്ദേഹത്തെ വലിച്ചഴക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലും ഒക്കെ ഉള്ളവർ അവരെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്, പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് കോൺഗ്രസിന്റെ ഒരു പൊതു സ്വഭാവം തന്നെയാണ്. കോൺഗ്രസിന്റെ അല്ല, CPM നമുക്ക് പറയാനുണ്ട്. പക്ഷെ CPM അവർക്കറിയാം, അവർക്ക് കാര്യങ്ങൾ തൻ്റെ ഇടത്തോടുകൂടി പരിഹരിക്കാനും അത് കൂടുതൽ ചർച്ചയിലേക്ക് പോകാതെ വഴിതിരിച്ചു വിടാനും അവർക്കറിയാം. ജോസഫൈൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ പാർട്ടിക്ക് കോടതിയുണ്ട്, ഈ പാർട്ടിക്ക് പോലീസും ഒക്കെ ഉണ്ട്, നിങ്ങൾ നോക്കണ്ട, അത് തീവ്രത കൂടിയതോ തീവ്രത കുറഞ്ഞതോ ഒക്കെ ആയിരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാ, അവർക്ക് കേഡർ പാർട്ടിയാണ്ട് അവരൊതുക്കും. ഇവിടെ ഇപ്പൊ കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ മാങ്കൂട്ടത്തിനെയോ ഷാഫി പറമ്പിലിനെയോ ഒക്കെ ഒതുക്കണമെന്ന് വിചാരിക്കുന്നവർ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടാകും. അവരെന്ത് ചെയ്യും? അവർ രംഗത്തിറങ്ങും. ഇത്തരത്തിൽ അതിനെ ഒന്നുകൂടെ കൊഴുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പത്മജ പറയുന്നത്, ഇത് തീർന്നില്ല, ഇനിയും നിരവധി കാര്യങ്ങൾ പുറത്ത് വരാനുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കരുണാകരന്റെ ഭാര്യയെ പോലും രാഹുൽ മാങ്കൂട്ട അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെ, കരുണാകരൻ അവരെയൊക്കെ എന്തിനാണ് ഇതിനകത്ത് പിടിച്ച് അയക്കുന്നത്? കരുണാകരനെതിരെയും വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്.
അവസാനം കരുണാകരൻ തന്നെ മാധ്യമപ്രവർത്തകരോട് പത്രക്കാരോടൊന്ന് ചോദിച്ചു, ഞാൻ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ എന്തിനാ അറിയുന്നത്, എനിക്ക് നിങ്ങളോട് പറയേണ്ടതായ കാര്യമുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി അദ്ദേഹം പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പത്മജയ്ക്കെതിരെ വരെ അധിക്ഷേപം മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ളതല്ലേ. അതിങ്ങനെ ഈ കോൺഗ്രസിന്റെ ഒരു പൊതു സ്വഭാവമാണ്. അവരുടെ കൂടെ നിൽക്കുന്ന പ്രസ്ഥാനത്തിലുള്ളവരാണെന്ന് പോലും നോക്കാതെ ഇത്തരത്തില് ഈ കാര്യങ്ങളെ അവഹേളിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു പൊതു സ്വഭാവം. അതുകൊണ്ട് തന്നെയാണ് പത്മജ പറയുന്നത് ഇനിയും പലതും പറയാനുണ്ട്. എനിക്കൊന്ന് പത്മജയും ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും വിളിച്ചു പറയും, ആ സ്ഥിതിയിലേക്ക് പോകും. പത്മജ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് BJP നിയോഗിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊള്ളാൻ. കാരണം പത്മജയ്ക്കല്ലേ അറിയാവുന്ന കാര്യങ്ങൾ. BJPക്ക് ഇതിനകത്ത് കൂടുതൽ മൈലേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കാരണം കോൺഗ്രസിനകത്ത് വലിയ തകർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നോക്കിക്കോ, ഈ വിഷയം ഒന്ന് അടങ്ങി വരുമ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ VD സതീശന്റെ മേൽ വലിയ അറ്റാക്ക് നടത്തും. കാരണം VD സതീശനെ പോലുള്ളവരാണ് ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. പരാതി കിട്ടിയിട്ടും അത് വിളിച്ചു ചോദിക്കുകയോ പരിഹരിക്കാൻ തയ്യാറാവുകയോ ചെയ്തില്ല. വിഷയങ്ങൾ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞപ്പോൾ പലതിനും VD സതീശൻ നിന്ന് ഒത്തുതീർപ്പിലെത്തിക്കുകയാണ്. കാരണം ഇനിയും പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി ആദ്യ കേസ് വന്ന സമയം മുതൽ അത് ഒതുക്കി തീർത്തു കഴിഞ്ഞു. ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. നിരനിരയായിട്ട് അടുത്ത കേസ് വന്നു. ചോദിക്കാൻ സമാനമായിട്ട് മുകേഷിന്റെ കേസ് വന്നില്ലേ അല്ലേ, CPM-ല് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയല്ലേ. പക്ഷേ പൂഴ്ത്തിവെച്ചിരിക്കുന്നതുകൊണ്ടാണ് ചിലർക്ക് പറയാനുള്ളത് പറയാനായിട്ട് അവര് രംഗത്ത് വന്നത്. അങ്ങനെയാണല്ലോ മുകേഷിന്റെ കഥകളൊക്കെ പുറത്തു വന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവർക്ക് പരാതി കൊടുത്തു. ആ പരാതി ഇപ്പൊ ഹൈക്കമാൻഡിന് വരെ പരാതി പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അവിടെയാണ് 19 or 20 പരാതി പോയിട്ടുള്ളത്. അത് പരാതിയായിട്ട്. ഈ പരാതി പോയിട്ടുള്ളവർ ഹൈക്കമാൻഡിന് എന്ത് ചെയ്യും? ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ഈ ബാക്കി പരാതി പോയിരിക്കുന്നവരൊക്കെ ഇതുപോലെ നാളെ രംഗത്ത് വരും. പലരും അവരവരുടെ ശബ്ദ സന്ദേശം പുറത്തു വരുന്നു, അവർ ദൃശ്യത്തിൽ വരുന്നു അല്ലേ. അവരൊന്നും മുഖം മറയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ അങ്ങനെ വരാൻ മടി കാണിക്കുന്നവർ ഉണ്ടാകാം. അപ്പോൾ എന്തായാലും 1-2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തീർന്നു. മറ്റൊന്ന്, കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയും ഇത് ബാധിക്കുന്ന കാര്യമാണ്. ബാധിക്കുന്ന പറഞ്ഞാൽ ബാധിച്ചു കഴിഞ്ഞു. ഈ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെ താഴെ തട്ടിൽ പ്രവർത്തിക്കും, എന്ത് പറയും ന്യായം എന്നുള്ളത്. കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ തന്നെ പൊതുജനങ്ങൾക്ക് അറപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതാണ് പത്മജ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾക്ക് അറപ്പുളവാകുന്ന ഒന്നായി മാറിയിരിക്കുന്നു ഈ പ്രസ്ഥാനം.